ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായർ 10:38 പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിതാവായ ദൈവത്തെ എങ്ങനെ യേശുക്രിസ്തു പ്രസാദിപ്പിച്ചു എന്ന വചനം നമ്മെ കാണിച്ചു തരുന്നുണ്ട്. മത്തായി 3:17 യേശു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യോർദാനിൽ ഇറങ്ങി യോഹന്നാൻ്റെ കൈക്കീഴെ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ശബ്ദം അവിടെ കേൾക്കാനിടയായി. അതുപോലെ തന്നെ യേശു പത്രോസ്, യോഹന്നാനും യാക്കോബിനെയും കൂട്ടി മലയിൽ കയറിയിട്ട് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. യേശു മോശയോടും ഏലിയാവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഘത്തിൽ നിന്ന് അവർ കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാൻ 4:34 ശമരിയക്കാരി സ്ത്രീയുമായി സംഭാഷണത്തിന് ശേഷം ശിഷ്യന്മാരോട് യേശു പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമെന്ന്. തന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. കർത്താവ് ചെയ്ത എല്ലാം പെർഫെക്റ്റായിട്ടാണ്. പക്ഷേ നാം ദൈവത്തിന് പ്രസാദമുള്ളത് തന്നെ ചെയ്യണം. പിതാവാം ദൈവം പുത്രനോട് തന്നിൽ പ്രസാദിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് നമ്മോട് ഓരോ ദിവസവും ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്യുക തന്നെ ചെയ്യണം. എബ്രായർ 11:6 കാണുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നാണ്. വിശ്വാസം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. റോമർ 12:1 നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് കാണുന്നു. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. സങ്കീർത്തനം 147:11 തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പം ദൈവത്തെ ഭയപ്പെടുന്നവരിൽ കർത്താവ് പ്രസാദിക്കും. 1 തെസ്സലോനി 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവത്തിന് പ്രസാദമാണ്. മത്തായി 7:21 എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദം. 1 കൊരിന്ത്യർ 4:2 പറയുന്നു, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അപ്പം ദൈവത്തെ പ്രസാദിപ്പാൻ നമ്മൾ വിശ്വസ്തരായിരിക്കണം. റോമർ 8:8 പറയുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നാം ആത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ. യേശുക്രിസ്തു യോഹന്നാൻ 9:30 ക്രൂശിൽ കിടന്ന് തൻ്റെ മരണസമയത്ത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. എബ്രായർ 12:2 കാണുന്നു, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് കാണുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നെങ്കിൽ അവസാന നാളിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ കഴിയും, നല്ലവളും വിശ്വസ്തയുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ കഴിയും. വിശ്വാസം കൂടാതെ ദൈവത്തിനെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ, വിശ്വാസമുള്ളവരായി ഇരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, ദൈവത്തെ ഭയപ്പെടണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം, ദിവസേന ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം, മരണപര്യന്തം ഞങ്ങൾ വിശ്വസ്തരായി ജീവിക്കണം. എങ്കിൽ മാത്രമേ ജീവകിരീടം ഞങ്ങൾക്ക് കിട്ടുകയുള്ളല്ലോ കർത്താവെ. ഓരോ ദിവസവും എൻ്റെ കർത്താപ്പച്ചനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ ഒന്നും ഞങ്ങൾക്ക് കർത്താവ് എത്ര പെർഫെക്റ്റായിട്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അതുപോലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ ദിവസവും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഞരക്കം മുഴുവൻ കർത്താവെ അങ്ങേ പ്രസാദിപ്പിക്കണം എന്നുള്ള ആകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ നോട്ടത്തിലും ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ, അവരുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ.
അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് നടന്ന് കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ കേട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.